2021 ഒക്ടോബർ 16-നുണ്ടായ മഹാപ്രളയത്തിലാണ് മനുഷ്യജീവൻ ഒഴിച്ചാൽ ഏറ്റവും വലിയ നഷ്ടമായ ഏന്തയാർ ഈസ്റ്റ് പാലം തകർന്നത്. കോട്ടയം, ഇടുക്കി ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പുല്ലകയാറിന് കുറുകെയുണ്ടായിരുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ആശ്രയമായിരുന്ന പാലം തകർന്നതോടെ മുക്കുളം, വടക്കേമല, വെമ്പിളി അടക്കമുള്ള കൊക്കയാർ പഞ്ചായത്തിലെ മലയോര മേഖലയിലെ ആളുകൾ കടുത്ത ദുരിതത്തിലായിരുന്നു. ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും ശ്രമഫലമായി തകർന്ന പാലം നിർമ്മിക്കുവാൻ ഫണ്ട് അനുവദിച്ചു. ഇപ്പോൾ പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. പാലത്തിന്റെ ടോപ്പ് കോൺക്രീറ്റിംഗ് ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 4.7 കോടി രൂപ മുടക്കിയാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള മലയോര നിവാസികളുടെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമാകും. നിലവിൽ പുല്ലകയാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന നടപ്പാലം മാത്രമാണ് പ്രദേശവാസികളുടെ ആശ്രയം. അടുത്ത മഴക്കാലത്തിന് മുമ്പ് പാലത്തിന്റെ പണികൾ പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അധികൃതർക്ക് ഉള്ളത്. 2021 ഒക്ടോബർ 16-നുണ്ടായ മഹാപ്രളയത്തിൽ പൂർണ്ണമായും തകർന്ന കോട്ടയം, ഇടുക്കി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏന്തയാർ മുക്കുളം പാലം അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. കേരള സർക്കാരിൻ്റെ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും 5 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലായിരിക്കുകയാണ്. അതിൻ്റെ ഉപരിതലത്തിലെ കോൺക്രീറ്റിംഗ് ജോലികൾ ഏതാണ്ട് 2 ഭാഗവും കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കുകയുണ്ടായി. ബാക്കിയുള്ള പണികളും അതിൻ്റെ റേറ്റിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ ഏപ്രിൽ മാസത്തോടുകൂടി പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറെ വിവാദങ്ങൾക്കും രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവെച്ച പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പ്രളയത്തിലുണ്ടായ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നാകും പുനർനിർമ്മിക്കപ്പെടുക. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.